ഗുഡ് മോർണിംഗ്. നമുക്ക് ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൂടെ പറയാമെന്ന് വിചാരിച്ച്. എനിക്ക് ഈ ടൈപ്പ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വ്യത്യസ്തമാണ്. എപ്പോഴും P(1) കാണുക, P(2) കാണുക, അല്ലെങ്കിൽ സൊല്യൂഷൻ കാണുക എന്ന് അതൊരെണ്ണം എന്തായാലും കാണും. കൂട്ടത്തിൽ ഇതുപോലുള്ള ഒരു എക്സ്ട്രാ നമുക്ക് നോക്കാം. ഫൈൻഡ് P(1) if P(x) is equal to x² plus 2x plus 5. നമുക്ക് ആദ്യം തന്നെ ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്യാവേ. എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെയാണ് P(x) is equal to x² plus 2x plus 5. അങ്ങനെയാണെങ്കിൽ P(1) കാണാൻ സിമ്പിൾ അല്ലേ? എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക. 1² plus 2 into 1 plus 5. ഈ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ടേ is equal to 1ന്റെ സ്ക്വയർ 1 plus 2 into 1 2 plus 5. ഇതെല്ലാം പ്ലസ് ആ, നിരത്തി പിടിച്ചങ്ങ് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എത്ര വരും? 8. അപ്പൊ എത്രയാണ്? P(1) is equal to 8. ഫസ്റ്റ് ആൻസർ കിട്ടിയല്ലോ. നമുക്കിനി സെക്കൻഡ് പാർട്ട് നോക്കാം. If x minus 1 is a factor of x² plus 2x plus k, what is the number k? ഈ k എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവരെന്നാ തന്നിട്ടുണ്ട് ഇവിടെ? P(x) നമ്മളങ്ങ് എടുക്കുക. P(x) എന്ന് പറയുന്നത് x² plus 2x plus k ആണ്. 2x plus k ആണ്. കൂടാതെ x minus 1 is a factor ആണ്. ഇതിന്റെ ഫാക്ടറും ആണ്. ഏത്? x minus 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x minus 1 is a factor എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. is a factor ആണെങ്കിൽ P(1) is equal to നമുക്ക് 0 എന്ന് എഴുതാം അല്ലേ? ഇത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്നാണ്? 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 0 ആയിട്ട് മാറും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ x minus 1 is a factor എന്നായതുകൊണ്ട് നമ്മൾ എന്നാ എഴുതി? P(1) is equal to 0 എന്ന് എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോവാ? നമ്മൾ P(1) ഇതാണ് നമ്മുടെ P(x), അതിന്റെ P(1) കണ്ടുപിടിക്കാൻ പോവാണ്. P(1) is equal to ഇവിടെ എല്ലാം 1 കൊടുക്കാൻ പോവാണ്. 1² plus 2 into 1 plus k ഉണ്ടോ? k അതുപോലെ തന്നെ കിടക്കട്ടെ. is equal to 1ന്റെ സ്ക്വയർ എത്രയാ? 1 plus 2 into 1 2 plus k. that is equal to 2 plus 1 എത്രയാണ്? 3 plus k. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? P(1) is equal to 3 plus k എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ P(1) ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സിന്റെ വാല്യൂസ് അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഇവിടെ കേക്ക് കൊടുക്കാൻ വാല്യൂ ഇല്ലാത്ത കാരണം നമ്മൾ k അതുപോലെ ഇട്ട് 3 plus k. P(1) is equal to 3 plus k എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ എഴുതിയിട്ടുണ്ട് P(1) is equal to 0 എന്ന്. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? മറന്നുപോയോ? എന്താ പറഞ്ഞിരുന്നേ? x minus 1 is a factor. അതുകൊണ്ടാണ് നമ്മൾ P(1) is equal to 0 എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ P(1) is equal to 0 എന്നുണ്ട്. ഇപ്പൊ P(1) is equal to 3 plus k എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റേ? അതായത് 3 plus k എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? 0ക്ക് തുല്യ. കേട്ടോ? P(1) is equal to 0 നമ്മൾ ഇവിടെ എഴുതാവുന്ന P(1) is equal to 0, P(1) is equal to 3 plus k. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ ഈക്വൽ അല്ലേ? അതാ ഞാൻ എഴുതിയത്. 3 plus k is equal to 0. k ഒറ്റയ്ക്കാക്കുവാണ്. k is equal to 0. ഇവിടെ +3 അപ്പുറത്ത് പോകുമ്പം -3. that is k is equal to 0 minus 3 എന്ന് പറഞ്ഞാൽ എന്നാ? -3. കെയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? -3. അപ്പൊ ഇതുപോലെ ഒരെണ്ണം വരും. മിക്ക എക്സാമിനും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള വാല്യൂസ്. അതായത് ഇതുപോലെ ഒരു വാല്യൂ ഇങ്ങനെ തന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കാൻ വേണം. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതിന് തരുന്ന ഫാക്ടറിന്റെ അത് ഇട്ടങ്ങ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് പഠിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ മക്കളെ, താങ്ക് യു.